നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 340-ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഷാജി എൻ കരുണിന് ആദരാഞ്ജലികൾ. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളും സവിശേഷമായൊരു ശൈലിക്കുടമയുമായ ഛായാഗ്രാഹകനുമായിരുന്നു ഷാജി എൻ കരുൺ. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ പിറവി ഉൾപ്പെടെയുള്ള ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 2011 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഗവൺമെന്റിന്റെ JC ഡാനിയൽ പുരസ്കാരം 2023 അദ്ദേഹത്തിന് ലഭിച്ചു. 1952 കൊല്ലം ജില്ലയിലാണ് ഷാജി എൻ കരുൺ ജനിച്ചത്. 1971 ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടിയ അദ്ദേഹം തുടർന്ന് പ്രശസ്ത സംവിധായകരായ G. അരവിന്ദൻ, KG ജോർജ്, MD വാസുദേവൻ നായർ തുടങ്ങിയവരോടൊപ്പം ചേർന്ന് അവരുടെ ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചു. അരവിന്ദന്റെ കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത് തുടങ്ങിയ ചിത്രങ്ങളിലെ ഛായാഗ്രഹണ ശൈലി അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. തമ്പിന്റെ ഛായാഗ്രഹണത്തിന് 1979 അദ്ദേഹം ദേശീയ അവാർഡിന് അർഹനായി. കാഞ്ചനസീത, എസ്തപ്പാൻ, 1 മുതൽ 0 വരെ എന്നീ ചിത്രങ്ങളിലെ ഛായാഗ്രഹണത്തിന് വിവിധ വർഷങ്ങളിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചു. 1989 പിറവി സംവിധാനം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ സംവിധായകനായി മാറി. സ്വം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിശ്രാങ്ക്, സ്വപാനം, ഓള് തുടങ്ങിയ ചിത്രങ്ങളും നിരവധി ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു. പിറവി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശത്തിന് അർഹമായ ചിത്രമായി. ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല സിനിമയായി. ലോകാർണോ ഫെസ്റ്റിവലിൽ ജൂറിയുടെ സമ്മാനം പിറവിക്കായിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു ഷാജി എൻ കരുൺ. 1998, 2021 വർഷങ്ങളിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷനായിരുന്നു. പുരോഗമന പക്ഷത്തോടും അതിന്റെ മൂല്യങ്ങളോടും എന്നും അടിയുറച്ചു നിന്ന ചലച്ചിത്രകാരനായിരുന്നു ഷാജി എൻ കരുൺ. മീഡിയ അക്കാദമിയുടെ പ്രവർത്തനങ്ങളോട് എല്ലായ്പ്പോഴും താൽപര്യപൂർവ്വം സഹകരിച്ചിരുന്ന അദ്ദേഹം അക്കാദമിയുടെ അവാർഡ് നിർണയ സമിതികളിൽ നിരവധി പ്രാവശ്യം അധ്യക്ഷനായിരുന്നു. മഹാനായ ചലച്ചിത്രകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കേരള മീഡിയ അക്കാദമി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മുൻ MLA കൂടിയായ രാജാജി മാത്യു തോമസ്. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായി ലോക യുവജന ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാജാജി മാത്യു തോമസ് മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത് അതിന്റെ മുഖപത്രത്തിലൂടെയാണ്. പിന്നീട് യുവജന നേതാവ് എന്ന സ്ഥാനത്തിലൂടെ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ പത്രപ്രവർത്തകനായ രാജാജി ആ അനുഭവങ്ങൾ മൈ സ്റ്റോറിയിൽ പങ്കുവയ്ക്കുന്നു. പത്രപ്രവർത്തന രംഗത്തെനിക്ക് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സെൻറ്റ് അലോഷ്യസ് കോളേജിൽ മാഗസിൻ എഡിറ്ററായിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു പത്രപ്രവർത്തനമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അന്ന് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്ന സഖാവ് VV രാഘവൻ, അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് അതിനിടയ്ക്ക് ആദ്യമായിട്ട് ഞാൻ വയനാട്ടിലൊരു യാത്ര നടത്തി. വയനാട് പോയി വയനാട് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ മേഖലകൾ നോക്കുക എന്നുള്ളൊരു താല്പര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വയനാട്ടിൽ പാർട്ടി പ്രവർത്തനത്തിന് എന്താണ് സാധ്യതകളെന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, വയനാട്ടിലിപ്പോൾ പാർട്ടി പ്രവർത്തനത്തിന് ആൾക്കാരൊന്നും ആവശ്യമില്ല, രാജാജിക്ക് താല്പര്യമുണ്ടെങ്കിൽ പത്രപ്രവർത്തനത്തിന് ഇപ്പോൾ നമുക്ക് പാർട്ടിയിൽ ആൾക്കാരെ ആവശ്യമുണ്ട്. ജനയുഗത്തിൻ്റെ കോഴിക്കോട് എഡിഷനിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പോൾ തന്നെ AIYFൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ജനയുഗത്തിൽ സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. അവിടെ അത് 82-ലാണ്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ബ്യൂറോയിലേക്ക് തന്നെ മാറ്റി. അപ്പോൾ ബ്യൂറോയിൽ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ AIYFൻ്റെ മുഖപത്രമുണ്ട്,
അതിൻ്റെ പേര് യൂത്ത് ലൈഫ് എന്നാണ്. യൂത്ത് ലൈഫിൻ്റെ എഡിറ്ററായിട്ടൊരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് യൂത്ത് ലൈഫിൻ്റെ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ്റെ അന്നത്തെ ദേശീയ ഭാരവാഹികൾ എന്നോട് അതിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ 1984 അവസാനത്തിൽ ഞാൻ യൂത്ത് ലൈഫിൻ്റെ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോക ജനാധിപത്യ യുവജന ഫെഡറേഷനിൽ AIYFൻ്റെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യണമെന്ന് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ AIYFൻ്റെ പ്രതിനിധിയായിട്ട് ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ ബ്യൂറോയിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടാണ്. അത് സംഘടനകളാണ്, വ്യക്തിയല്ല അതിൻ്റെ ഭാരവാഹികളായിട്ട് വരുന്ന. സംഘടന വൈസ് പ്രസിഡൻ്റ് സ്ഥാനം AIYFനുള്ളതാണ്. അപ്പോൾ AIYFൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ ആസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിൽ, ഹംഗറിയുടെ തലസ്ഥാനമാണ്, അവിടെ അതിൻ്റെ ബ്യൂറോയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 85 മുതൽ 97 വരെയുള്ള കാലം ഞാൻ ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അതിനിടയിൽ തന്നെ ഞാൻ ഇതിനിടയ്ക്ക് AIYFൻ്റെ ദേശീയ ഭാരവാഹികളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 91 കൊച്ചിയിൽ വെച്ച് AIYFൻ്റെ ദേശീയ സമ്മേളനം നടക്കുമ്പോൾ എന്നെ AIYFൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് യൂത്ത് ലൈഫിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ലോക ജനാധിപത്യ യുവജന ഫെഡറേഷനിൽ ജോയിൻ ചെയ്തപ്പോൾ ആ സംഘടനയുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. വേൾഡ് യൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിനുണ്ട്, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ WFD ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു വീക്ക്ലി പബ്ലിക്കേഷനുണ്ട്, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലും പ്രവർത്തിച്ചിരുന്നു. ഈ കാലയളവിലൊക്കെ ഞാൻ ജനയുഗത്തിന് വേണ്ടിയിട്ട് വിദേശത്തു നിന്നും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും എഴുതുന്നത് സ്ഥിരമായിട്ട് തുടർന്നിരുന്നു. 97 ഞാൻ AIYFൻ്റെ ഭാരവാഹിത്വം കുറച്ച് 2 ടേമിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്ന് പാർട്ടി പ്രവർത്തനത്തിലേർപ്പെട്ടു. ഒരു കാലം പത്രപ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറി നിന്നതല്ല, പാർട്ടി വർക്കിലാണ് പ്രധാനമായിട്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും ജേർണലിസത്തിൽ എനിക്കൊരു താല്പര്യമുണ്ട്. അതിലുപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പത്രപ്രവർത്തകനായിട്ട് മാറിയത്. അങ്ങനെ വർക്ക് ചെയ്ത് 97 മുതൽ 2011 വരെ ഞാൻ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു. 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചു, വിജയിച്ചു. ഒരു ടേമിൽ ഞാൻ നിയമസഭാംഗമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് നിയമസഭയുടെ പരിസ്ഥിതി സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമസഭ കേരളത്തിലെ നാളികേര കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചു. ആ സമിതിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരിലൊരാളാണ് CKP പത്മനാഭൻ. അതുപോലെ തന്നെ മുഹമ്മദുണ്ണി ഹാജി, മുസ്ലിം ലീഗിൻ്റെ. ഞങ്ങൾ 3 പേരുള്ള ഒരു സമിതിയാണ്. ആ സമിതി കേരളത്തിലെ നാളികേര കൃഷിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു റിപ്പോർട്ട് നമ്മുടെ നിയമസഭയ്ക്ക് സമർപ്പിക്കേണ്ടായി. അതുപോലെ തന്നെ പരിസ്ഥിതി സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്
ആ കാലഘട്ടത്തിൽ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു. അതൊരു ഒരു പതിവ് പാർലമെൻ്ററി പ്രവർത്തനം എന്നുള്ളതിനെക്കാട്ടിലുപരിയായിട്ട് നമ്മുടെ പാർലമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിയമസഭകൾ പ്രവർത്തിക്കുന്നപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റികളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല. അങ്ങനൊരു വളരെ നല്ലൊരു അനുഭവ സമ്പത്ത് അതിൽ നിന്ന് ലഭിച്ചു. 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട് അവിടുത്തെ പാർട്ടി, തൃശ്ശൂരിലെ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനയുഗത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരണമെന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് CK ചന്ദ്രപ്പൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ജനയുഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം 2014 ഞാൻ ഇതിൻ്റെ എഡിറ്ററായിട്ട്, ജനയുഗത്തിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ദിനപത്രത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പത്രനിർമ്മാണം സാധ്യമാക്കിയത് ജനയുഗമാണ്. ചെലവ് കുറഞ്ഞതും സ്വതന്ത്രവുമായ ആ സാങ്കേതിക വിദ്യയുടെ നടപ്പാക്കലിന് ചുക്കാൻ പിടിച്ചത് അതിന്റെ എഡിറ്റർ എന്ന നിലയിൽ രാജാജി മാത്യു തോമസ് ആണ്. നമ്മുടെ പത്രങ്ങളൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പണമുണ്ട്, അതിൻ്റെ ലൈസൻസ് ഫീ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പം ജനയുഗം പോലൊരു പത്രത്തിന് അത് താങ്ങാൻ പറ്റുന്ന അല്ല. അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് പോകണമെന്ന് തീരുമാനിച്ച് അന്വേഷിച്ച് തുടങ്ങിയതിനാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ലോകത്തിലൊരു പത്രവും അന്ന് ഇറങ്ങുന്നില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ ഇറങ്ങുന്നത് പ്രധാനമായിട്ട് ചില മാഗസിൻസും പുസ്തകങ്ങളും ഒക്കെ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഒരു പത്രത്തിൻ്റെ രീതിയിലേക്ക് അത് വളർന്നിട്ടുണ്ടായിരുന്നില്ല. ലോകത്തിൽ ആദ്യമായിട്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലൊരു പത്രം ഇറക്കുക എന്ന് പറയുന്ന സംഭവം നിർവഹിച്ചത് ജനയുഗമാണ്. അപ്പോൾ അതിന് ആ സമയത്ത് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ പത്രപ്രവർത്തനം ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അത് ആസ്വദിച്ച് അതിൻ്റെ സാമ്പത്തിക ഭാഗം മാത്രമല്ല, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടേത് മാത്രമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിലവിലുള്ള ഈ പത്രപ്രസിദ്ധീകരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു പറഞ്ഞാൽ അതിന് മുമ്പ് വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ CPM-ൻ്റെ പത്രം, ആന്ധ്രയിലൊരു പത്രം അവരിറക്കിയിരുന്നു. പക്ഷേ അത് മുന്നോട്ട് അതുകൊണ്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ദേശാഭിമാനി അതിനു വേണ്ടിയിട്ട് അന്ന് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളത് പ്രാവർത്തികമാക്കിയത്. പിന്നീട് ദേശാഭിമാനിയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനോരമയൊക്കെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് പത്രപ്രവർത്തന രംഗത്ത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ രംഗത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്, ഒരുപാട് ആൾക്കാരുള്ള. ഇതിപ്പോൾ കേരളത്തിലിരുന്ന് മാത്രം നമ്മൾ ചെയ്തിരുന്നൊരു സംഭവമല്ല. നമുക്കതിന് വേണ്ട എല്ലാ പിന്തുണയും സ്വതന്ത്ര സോഫ്റ്റ്വെയർ സമൂഹത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ അതൊരു സംഭവം കൊണ്ടുവന്നു. അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ നേട്ടമായിട്ടാണ് ജനയുഗം കരുതുന്നത്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. അത് പ്രശ്നം കൂടാണ്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല, അത് ഈ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി സാർവദേശീയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി, ഇതിനകത്ത് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പൈസ കൂടാണ്ട് നമുക്ക് കിട്ടുന്നു, സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നു. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ പ്രവർത്തകർ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പ്രാപ്തരായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി പോയ വാരം മാധ്യമങ്ങളിൽ ഇടം പിടിച്ച വാർത്താ ചിത്രങ്ങളെ കുറിച്ച് ഫോട്ടോ ജേർണലിസ്റ്റ് B. ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം.
വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 മലയാളികൾ ഓർമ്മയായി. അവരുടെ ഫോട്ടോ മലയാള പത്രങ്ങളുടെ മാസ്റ്റർ ഹെഡിന് സമീപം തന്നെ ഇടം പിടിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗനും മലയാള സിനിമയ്ക്ക് ലോക സിനിമാ ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്ത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണും ചരിത്ര ഗവേഷണ രംഗത്ത് കയ്യൊപ്പ് ചാർത്തിയ MGS നാരായണനും. റോബോട്ടുകൾ ഇപ്പോൾ എന്തും ചെയ്യും. കായിക രംഗത്തേക്കും ഫോട്ടോഗ്രാഫി രംഗത്തേക്കും കൂടി അത് കടന്നു വരികയാണ്. ആ 2 കാഴ്ചകൾ കാണാം. ചൈനയിലെ ബീജിംഗിൽ നടന്ന റോബോട്ടുകളുടെ മാരത്തൺ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന റോബോട്ടിന്റെ ചിത്രമാണ് അതിലൊന്ന്. അഹമ്മദാബാദിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ കണ്ട ഒരു റോബോട്ടിന്റെ ദൃശ്യമാണ് മറ്റൊന്ന്. കായിക മത്സരത്തിന്റെ വിവിധ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനാണ് ഈ റോബോട്ടിനെ അഹമ്മദാബാദിൽ ഉപയോഗിച്ചത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് 2 ചിത്രവും പുറത്തുവിട്ടത്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഭവനരഹിതരും ദരിദ്രരുമായ കുറേ പേർക്ക് അവസരം നൽകുകയുണ്ടായി. ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു വൃദ്ധ വെളുത്ത റോസാപ്പൂവും പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വളരെ വ്യത്യസ്തമായി. റോയിറ്റേഴ്സിന്റെ കാർലോസ് ബാരിയ ആണ് ആ ചിത്രം പകർത്തിയത്. ഇറാനിലെ ഒരു തുറമുഖത്തുണ്ടായ അഗ്നിബാധയുടെ ഫോട്ടോ മാധ്യമങ്ങളിൽ കണ്ടു. സംഭവത്തിൽ 40 പേർ മരിച്ചുവെന്നും 1000 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് വാർത്ത. മിസൈൽ ഇന്ധനം ഉള്ളടക്കം ചെയ്തിരുന്ന കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതിൽ പറ്റിയ വീഴ്ചയാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രൻ പകർത്തിയ ഒരു ചിത്രം വ്യത്യസ്തമായി തോന്നി. എറണാകുളത്ത് നടന്ന ഓപ്പൺ മാസ്റ്റേഴ്സ് നാഷണൽ അത്ലറ്റിക് മീറ്റിൽ 75 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ആലപ്പുഴയുടെ K വാസന്തിയും 70 വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരത്തിൽ 1ാമതെത്തിയ പത്തനംതിട്ടയുടെ V തങ്കമ്മയും ആഹ്ലാദം പങ്കുവയ്ക്കുന്ന ഈ ചിത്രം മാതൃഭൂമി ഫോട്ടോഗ്രാഫർ TK പ്രദീപ് കുമാറാണ് പകർത്തിയത്. കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ആളൊഴിഞ്ഞ ദാൽ തടാകക്കരയിലിരിക്കുന്ന ഒരു വിനോദസഞ്ചാരിയുടെ ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു. റോയിറ്റേഴ്സിന്റെ ഫോട്ടോഗ്രാഫർ സന്ന ഇർഷാദ് മാട്ടു ആണ് ഈ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. കാശ്മീരിലെ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്താകമാനം സുരക്ഷ ശക്തമാക്കിയതിന്റെ ഭാഗമായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ പോലീസ് പിടികൂടി കൊണ്ടുപോകുന്ന ചിത്രവും പത്രങ്ങളിൽ കണ്ടു. PTI ആണ് ആ ചിത്രം പങ്കുവച്ചത്. മീഡിയയിസം എന്നൊരു പുതിയ പ്രയോഗത്തിന്റെ വരവിനെ കുറിച്ചും എഴുത്ത് രസകരമാക്കാൻ വേണ്ടി അതിനെ ഒരു പരിധിയിൽ കവിഞ്ഞ് ലളിതമാക്കുന്നതിനെയും കുറിച്ചുമാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. പുതിയ വാക്കുകളെ സൃഷ്ടിക്കുന്നതിലും അവയ്ക്ക് പ്രചാരം നൽകുന്നതിലും മറ്റാരേക്കാളും മുന്നിലാണ് നമ്മുടെ മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രവണതയ്ക്കോ പ്രതിഭാസത്തിനോ പുതിയൊരു വാക്ക് ഏതെങ്കിലും മാധ്യമം കണ്ടെത്തിയാൽ അത് ആദ്യം കൗതുകമുണർത്തുന്നു, പിന്നെ ചർച്ചയാവുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാക്കുകൾ മീഡിയയിസം, ഹ്യൂമനിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ പറയും പോലെ മീഡിയയിസം. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ലേഖനത്തിലാണ് മീഡിയയിസം എന്ന വാക്ക് വന്നത്. ജനമനസ്സുകളിൽ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വാക്ക് കടന്നു വന്നത്. മാധ്യമങ്ങളാണ് പൊതുവെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നത്. പണ്ടതുപോലെ ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ് അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്യുന്നത്. ഇന്ന് ഒരു അവതാരകൻ അല്ലെങ്കിൽ അവതാരക ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ പറയുന്ന രീതി, സ്വരഭേദം അല്ലെങ്കിൽ ടോണൽ വേരിയേഷൻ, മുഖഭാവം, ഇതെല്ലാം ചേർന്നാണ് ആ വിഷയത്തെപ്പറ്റി ആളുകളിൽ ഒരു അഭിപ്രായം രൂപപ്പെടുന്നത്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർത്ത് അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് മീഡിയയിസം എന്ന് ഈ ലേഖനത്തിൽ പറയുന്നത്. ലേഖകൻ തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ വന്നുകൂടാത്തതായ അഭിപ്രായങ്ങൾ പോലും ഈ രീതിയിൽ രൂപപ്പെടാറുണ്ട്. ഈ ലേഖനത്തിൽ മീഡിയയിസത്തിനെ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസം, അതുമല്ലെങ്കിൽ ഒരു മതമായിട്ടാണ് അയാൾ അവതരിപ്പിക്കുന്നത്. കാരണം അത്രയ്ക്ക് സ്വാധീനം ഇതിനകം തന്നെ ജനമനസ്സുകളിൽ ഈ മീഡിയയിസം എന്ന പ്രവണത സൃഷ്ടിച്ചു കഴിഞ്ഞുവെന്നാണ് ലേഖകന്റെ വാദം. അതിവിശിഷ്ടമായ ശൈലിയിലൂടെ ചലച്ചിത്ര ആസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ.
മലയാള സിനിമയെ ആഗോള അംഗീകാരത്തിന്റെ പാതയിലൂടെ നടത്തിച്ച അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. ഷാജി എൻ കരുണിന്റെ പിറവി എന്ന ചിത്രം പ്രേക്ഷക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതിൽ പലയിടത്തും പിറവി എന്ന വാക്ക് ശീർഷകങ്ങളിൽ നിറഞ്ഞു കണ്ടത്. പിറവി പൂർണ്ണം എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. പിറവി എന്നത് അദ്ദേഹത്തിന്റെ വീട്ടുപേരും കൂടിയാണ്. അതുകൊണ്ടാവാം പിറവിയിൽ നിന്ന് മടക്കം എന്ന് ഒരു പത്രത്തിൽ എഴുതിയിരുന്നു. സിനിമയിലേക്കൊരു പിറവി എന്നായിരുന്നു ഒരു ലേഖനത്തിന്റെ ശീർഷകം. സ്വം എന്ന ചിത്രവും അദ്ദേഹത്തിൻ്റെതുണ്ട്. അതുകൊണ്ടാവാം സർവസ്വം സിനിമ എന്ന് ഒരു ശീർഷകം കണ്ടത്. മറ്റൊരു പത്രം എഴുതിയിരുന്നത് യുഗാന്ത്യം എന്നാണ്. ഷാജി എൻ കരുണിന്റെ സംഭാവനകളെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രം വളരെ ചുരുക്കത്തിലൊരു വാക്യം എഴുതിയിരുന്നു: ലാസ്റ്റിംഗ് ഇമേജസ്, മൂവിംഗ് സ്റ്റോറീസ്. പ്രമുഖ വ്യക്തികളുടെ നിര്യാണം വാർത്തയാകുമ്പോൾ അവരുടെ സംഭാവനകളെ കുറിച്ച് വലിയ ലേഖനങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഷാജി എൻ കരുണിന്റെ കാര്യത്തിൽ ഒരു പത്രത്തിൽ വന്ന ലേഖനം ഏതാണ്ട് ഒരു തിരക്കഥ പോലെയായിരുന്നു. ഈ സംവിധായകന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും ഓരോ സീൻ ബൈ സീനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു തിരക്കഥ പോലെയിരുന്നു ആ ലേഖനം. കുറച്ച് ദിവസം മുമ്പാണ് പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ കസ്തൂരി രംഗന്റെ നിര്യാണം സംഭവിച്ചത്. ഇനി നക്ഷത്ര പഥത്തിൽ എന്നായിരുന്നു ഒരു പത്രം ആ വാർത്ത നൽകിയപ്പോൾ കൊടുത്ത ശീർഷകം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിന്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു: മാനത്തെ കസ്തൂരിമാൻ. ചന്ദ്രയാൻ പോലുള്ള വലിയ പദ്ധതികളുടെ ആശയ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളായിരുന്നു ഡോക്ടർ കസ്തൂരി രംഗൻ. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തിൽ അമ്പിളിമാമനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടക്കത്തിലും അവസാനവും പറഞ്ഞിരിക്കുന്നത്. അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാം എന്ന അമ്മയുടെ വാഗ്ദാനം കിട്ടാതെ വളർന്ന കുട്ടിയാണ് കസ്തൂരി. കാരണം നന്നേ ചെറുപ്പത്തിൽ കസ്തൂരി രംഗന് തൻ്റെ അമ്മയെ നഷ്ടമായിരുന്നു. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ലേഖനത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്: നാടൊട്ടുക്കുള്ള കുട്ടികൾക്ക് അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പിൽക്കാലത്ത് നൽകിയത് കസ്തൂരി രംഗനായിരുന്നു എന്നാണ്. അതിന് ഭാരതം എന്ന അമ്മ നൽകിയ ഓമനപ്പേര് ചന്ദ്രയാൻ എന്നായിരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ കാണുന്നത്. ലേഖനം അവസാനിക്കുന്നതും ഏതാണ്ട് ഇങ്ങനെയാണ്: അമ്മ പിടിച്ചു കൊടുക്കാത്ത അമ്പിളിമാമന്റെ അരികിലേക്ക് കസ്തൂരി രംഗൻ യാത്രയായി എന്ന മട്ടിൽ. ഇതൊരു ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ഒരു ലേഖനം. പെട്ടെന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയത് കണക്ക് തോന്നും. ബഹിരാകാശ ശാസ്ത്രം പോലെ ഇത്രയേറെ സങ്കീർണമായ ഒരു കാര്യത്തെ ഇത്രയേറെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കണമോ എന്നൊരു ചോദ്യമുണ്ട്. വായന രസകരമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ എന്ന് കരുതിയാൽ മതി. ഷാജി എൻ കരുണിന്റെ ദേഹവിയോഗ വാർത്ത ഒരു പത്രത്തിൽ 1-ാം പേജിൽ യുഗാന്ത്യം എന്ന പേരിൽ വന്ന കാര്യം പറഞ്ഞല്ലോ. അതിന് തൊട്ട് താഴെ യുഗപ്പിറവി എന്ന് മറ്റൊരു ശീർഷകം കണ്ടു. പെട്ടെന്നോർത്തത് പിറവിയുടെ സംവിധാനത്തെക്കുറിച്ചുള്ള വാർത്തയാണല്ലോ ഇവിടെ വരുന്നത്. പക്ഷേ യുഗപ്പിറവി സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നില്ല. അവിടെ വിഷയം ക്രിക്കറ്റ് ആയിരുന്നു. വൈഭവ് സൂര്യവംശി എന്ന 14-കാരൻ 38 പന്തിൽ 101 റൺസ് എടുത്തതായിരുന്നു അവിടുത്തെ വിഷയം. കൊച്ചു പയ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രായമായതുകൊണ്ടാവാം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കിടന്നത് "ഓ ബോയ് വാട്ട് എ ടൺ" എന്ന ശീർഷകമായിരുന്നു. അപാര വൈഭവം എന്നാണ് ഒരു പത്രം ഇതിനെ വിശേഷിപ്പിച്ചത്. അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ വാവ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതുകൊണ്ടാവാം വൈഭവ് എന്നുള്ള പേര് മാറ്റി വൗഭവ് എന്ന് ഒരു പത്രം ശീർഷകം കൊടുത്തിട്ടുണ്ട്. മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നതിന് പകരം ആളൊരു കുട്ടിയാണല്ലോ, കിഡ് ഓഫ് ദ മാച്ച് എന്നാണ് ഒരു പത്രം എഴുതിയത്. അത് ഇംഗ്ലീഷ് പത്രമല്ല, മലയാള പത്രം തന്നെയാണ് അങ്ങനെ എഴുതിയത്. രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ടാവാം ഒരു ഇംഗ്ലീഷ് പത്രം എഴുതിയിരുന്നത് സൂര്യവംശി അനൗൺസസ് ഹിസ് അറൈവൽ ഇൻ റോയൽ സ്റ്റൈൽ. പേരുമായി ബന്ധപ്പെടുത്തിയുള്ള ശീർഷകം എടുത്ത് പതിവാണല്ലോ. അതുകൊണ്ടാവാം പത്രത്തിൽ ഹർഷാരവം എന്ന് കണ്ടപ്പോൾ ഇതെന്താണെന്ന് നോക്കി. ഹർഷൽ പട്ടേലിന് 4 വിക്കറ്റ് കിട്ടിയതാണ് അവിടുത്തെ വിഷയം. മറ്റൊരു വാർത്തയിൽ കിടക്കുന്നു വിൽ പവർ. ഇത് ആരുടെ ഇച്ഛാശക്തിയുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നതെന്ന് എന്ന മട്ടിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇച്ഛാശക്തിയുടെ കാര്യമല്ല, അവിടെ കളിച്ച ആളിന്റെ പേര് വിൽ ജാക്സൺ ആണ്. മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.